ഹായ് എവരി വൺ. പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റിലെ 6th ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, കോർഡിനേഷൻ. സോ നമ്മൾ മറ്റ് ഫങ്ഷൻസ് ഒക്കെ പറയുന്നത്, പ്ലാനിങ്, ഓർഗനൈസിങ് എന്നുള്ള പറയുന്ന ഫങ്ഷൻസ് ഒക്കെ പറയുന്നത് പോലെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ ഓഫ് മാനേജ്മെന്റ് അല്ലെങ്കിൽ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് മാനേജ്മെന്റ് ആയിട്ട് നമുക്ക് എന്തിനെ കൺസിഡർ ചെയ്യാം? കോർഡിനേഷൻ എന്ന ഫംഗ്ഷനെ കൺസിഡർ ചെയ്യാം. സോ ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നത് കൊണ്ടുള്ള മെയിൻ ഒബ്ജക്റ്റീവ്സ് ആണ് ആദ്യം പറയുന്നത്. ഫസ്റ്റ്ലി വാട്ട് ഈസ് കോർഡിനേഷൻ? ഡിഫൈൻ കോർഡിനേഷൻ. കോർഡിനേഷൻ എന്താണെന്നുള്ളത് അറിയണം. ഒരു ഓർഗനൈസേഷനുള്ളിൽ കോർഡിനേഷൻ എന്നുള്ള പറയുന്ന ഫംഗ്ഷൻ എന്താണെന്നുള്ളത് അറിയണം. ദെൻ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ കോർഡിനേഷൻ ആൻഡ് കോപ്പറേഷൻ. രണ്ട് കൺസെപ്റ്റുകൾ, കോർഡിനേഷനും കോപ്പറേഷനും തമ്മിൽ എന്തൊക്കെ ഡിഫറൻസ് ആണുള്ളത്. ദെൻ എക്സാമിൻ ദ പ്രിൻസിപ്പിൾസ് ഓഫ് കോർഡിനേഷൻ. ഒരു ഓർഗനൈസേഷനിൽ കോർഡിനേഷൻ ഫംഗ്ഷൻ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ, കോർഡിനേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ട പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്. ദെൻ അഡ്വാൻറ്റേജസും അതുപോലെ ടെക്നിക്സ് ഓഫ് കോർഡിനേഷൻ. കോർഡിനേഷൻ ചെയ്യുന്നത് കൊണ്ട് നമുക്കുള്ള അഡ്വാൻറ്റേജസ് എന്താ, അതുപോലെ വാട്ട് ആർ ദ ടെക്നിക്സ് ഓഫ് കോർഡിനേഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ആദ്യം തന്നെ നമുക്ക് കോർഡിനേഷന്റെ മീനിങ് ആൻഡ് ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. സോ കോർഡിനേഷന്റെ മീനിങ്ങിൽ പറയുന്നുണ്ട്, ഇറ്റ് റെഫേഴ്സ് ടു ബാലൻസിങ്, ടൈമിംഗ് ആൻഡ് ഇന്റഗ്രേറ്റിംഗ് ആക്ടിവിറ്റീസ് ആൻഡ് ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷന്റെ ഉള്ളിലുള്ള ആക്ടിവിറ്റീസിനെ ബാലൻസ് ചെയ്യുക, അറേഞ്ച് ചെയ്യുക, ടൈമിങ്ങിനനുസരിച്ചിട്ട് ആക്ടിവിറ്റീസ് കൃത്യമായി പെർഫോം ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ആൻഡ് ഇന്റഗ്രേറ്റിംഗ് ദ ആക്ടിവിറ്റീസ് ആൻഡ് ഓർഗനൈസേഷൻ്റെ ഉള്ളിലുള്ള എല്ലാ ആക്ടിവിറ്റീസിനെയും ഇന്റഗ്രേറ്റ് ചെയ്യുക. ഈ ഒരു ഫംഗ്ഷനെയാണ്, അങ്ങനെ ഓർഗനൈസേഷൻ്റെ ഉള്ളിലത്തെ ആക്ടിവിറ്റീസിനെ ബാലൻസ് ചെയ്യുകയും ടൈമിലി അറേഞ്ച് ചെയ്ത് പെർഫോം ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുകയും അതുപോലെ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ഫംഗ്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? കോർഡിനേഷൻ. There are different business activities which is carried on by different department. ഓർഗനൈസേഷൻ നമുക്കറിയാം ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ്, സെയിൽസ്, മാർക്കറ്റിംഗ്, ഫിനാൻസ്, അങ്ങനെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടായിരിക്കും. ഓരോ ഡിപ്പാർട്ട്മെന്റും ഓരോ ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസ് ആണ് പെർഫോം ചെയ്യുക. സോ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ആക്ടിവിറ്റീസ് എല്ലാം നമുക്ക് എന്ത് ചെയ്യണം? കമ്പൈൻ ചെയ്താലാണ് ഒരു ഓർഗനൈസേഷന് അതിന്റെ കോമൺ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ഗോൾസ് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അങ്ങനെ ഒരു ഓർഗനൈസേഷനിലെ ഡിഫറെന്റ് ആക്ടിവിറ്റീസിനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കമ്പൈൻ ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോർഡിനേഷൻ എന്നുള്ളത്. All these activities are integrated through the process of coordination. Planning ആയാലും ഓർഗനൈസിംഗ് ഓരോ ഓർഗനൈസേഷന്റെ ഫങ്ഷൻസ് ആയാലും ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ് പെർഫോം ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആണെങ്കിലും അതിനെല്ലാം നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കമ്പൈൻ ചെയ്യുന്ന ഫംഗ്ഷനെ നമ്മൾ കോർഡിനേഷൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. സോ കോർഡിനേഷന് ഡെഫിനിഷൻ ഉണ്ട്. രണ്ട് ഡെഫിനിഷൻ ഇവിടെ പറയുന്നുണ്ട്. ഒന്ന് ജെയിംസ് ഡി മൂണെ ആൻഡ് AC റെയിലെ കൊണ്ടുവന്നിട്ടുള്ള ഒരു ഡെഫിനിഷനാണ്. അദ്ദേഹത്തിന്റെ ഡെഫിനിഷൻ പറയുന്നത്, the orderly arrangement of group effort to provide unity of action in pursuit of a common purpose. ഒരു ഓർഗനൈസേഷന്റെ കോമൺ പർപ്പസ് അല്ലെങ്കിൽ മെയിൻ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ കോമൺ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഓർഗനൈസേഷനിൽ ഇൻഡിവിജ്വൽ എഫേർട്ടിനെക്കാളും കൂടുതൽ ഗ്രൂപ്പ് എഫേർട്സ് ആണ് ഉണ്ടാവുക. അപ്പൊ ഗ്രൂപ്പ് എഫേർട്സിനെ നമ്മൾ എന്ത് ചെയ്യുക? ഓർഡർലി അറേഞ്ച് ചെയ്യുക. അവിടെ എല്ലാവരുടെയും ഗ്രൂപ്പ് എഫേർട്സിനെ നമ്മൾ കമ്പൈൻ ചെയ്യുന്ന ആ പ്രോസസ്സിനെ അല്ലെങ്കിൽ ആ ഫംഗ്ഷനെ നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാന്നാ പറയുന്നത്? കോർഡിനേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാം എന്നുള്ളതാണ് ജെയിംസ് ഡി മൂണെ ആൻഡ് AC റെയിലിന്റെ ഡെഫിനിഷനിൽ പറയുന്നത്. ദെൻ വേറൊരു ഡെഫിനിഷൻ തെറി കൊണ്ടുവന്ന ഡെഫിനിഷൻ ആണ്. അദ്ദേഹം പറയുന്നത്, കോർഡിനേഷൻ ഡീൽസ് വിത്ത് ദ ടാസ്ക് ഓഫ് ബ്ലെൻഡിങ് എഫേർട്സ് ഇൻ ഓർഡർ ടു എൻഷുർ എ സക്സസ്ഫുൾ അറ്റൈൻമെന്റ് ഓഫ് ആൻ ഒബ്ജക്റ്റീവ്. ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ് സക്സസ്ഫുൾ ആയിട്ട് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ നടക്കുന്ന എല്ലാ ആക്ടിവിറ്റീസിനെയും എഫേർട്ടുകളെയും നമ്മൾ എന്ത് ചെയ്യുക? ബ്ലെൻഡ് ചെയ്യുക അല്ലെങ്കിൽ കമ്പൈൻ ചെയ്യുന്ന ഫംഗ്ഷനെ നമുക്ക് എന്ത് വിളിക്കാം? കോർഡിനേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാം. സോ സിംപ്ലി കോർഡിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഗനൈസേഷനുള്ളിൽ ഡിഫറെന്റ് ടാസ്കുകൾ പെർഫോം ചെയ്യുന്നുണ്ട്. ആ ഡിഫറെന്റ് ടാസ്കുകളെ, എഫേർട്ടുകളെ അല്ലെങ്കിൽ ഫംഗ്ഷൻസിനെ കമ്പൈൻ ചെയ്യുക അല്ലെങ്കിൽ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ഫംഗ്ഷനെയാണ് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത്? കോർഡിനേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഓർഗനൈസേഷന്റെ കോമൺ ഗോൾസ് എന്താ അല്ലെങ്കിൽ കോമൺ പർപ്പസ് എന്താണോ അത് അറ്റൈൻ ചെയ്യാൻ വേണ്ടി ഈ ആക്ടിവിറ്റീസിനൊക്കെ ഇന്റഗ്രേറ്റ് ചെയ്യുക എന്നതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്.